മുഖ്യമന്ത്രിയെ കാണാൻ സംസ്ഥാന പോലീസ് മേധാവി സമയം തേടിയിട്ടുണ്ട്. ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ടിലെ വിവരങ്ങൾ നേരിട്ട് അറിയിക്കാനാണ് സമയം തേടിയത്. എന്തുകൊണ്ട് നേരിട്ട് അറിയിക്കുന്നു? ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിലെ കാര്യങ്ങൾ എങ്ങനെ ചർച്ചയാക്കണം എന്ന് വരികൾക്കിടയിലെ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചു, ആ റിപ്പോർട്ട് വായിക്കുന്ന ആളിന് സമർപ്പിച്ച ആൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം, ADGP പ്രതിരോധത്തിലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്നു. എന്തായാലും ആ വാക്കുകൾ അതേപടി കണക്കിലെടുത്തുകൊണ്ടൊരു നടപടിയിലേക്ക് പോവുകയാണോ ചെയ്യാറില്ല. ഏതായാലും ഇന്ന് വൈകുന്നേരം DGP അത് മുഖ്യമന്ത്രിയോട് ഇക്കാര്യം റിപ്പോർട്ടായി സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുമ്പോൾ ADGP പുറത്തേക്ക് അതായത് ഈ കൂടിക്കാഴ്ച നൽകുന്ന സൂചന എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിക്കാഴ്ചയിലൂടെ ADGP പുറത്തേക്ക് പോകും എന്ന് വേണം കരുതി വെക്കാൻ. ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രി അപ്പോൾ ശാലിനിയോട് വിവരങ്ങൾ ചോദിക്കാം. ശാലിനി, ഞങ്ങൾ പറഞ്ഞത് തന്നെയല്ലേ കാര്യം? അതായത് നേരിട്ട് കാണുന്നു, റിപ്പോർട്ട് ഗൗരവമേറിയതായതുകൊണ്ടാണ് ഈ നേരിട്ട് കാണൽ, അല്ലേ? കൃഷ്ണരാജ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് DGPയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും നടത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി DGP ഡൽഹിക്ക് പോവുകയാണ്. അപ്പോൾ അതിനു മുൻപ് തന്നെ കാണാനുള്ള സമയം വേണം, അല്ലെങ്കിൽ അതിന് സമയം അനുവദിക്കണം എന്നുള്ളതാണ് DGP ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായും ഇന്നലെ രാത്രിയാണ് ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണത്തിന്റെ പല അന്വേഷണങ്ങളിലും ചില അട്ടിമറികൾ നടത്തിയതെന്ന് അടക്കമുള്ള ആരോപണങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പോലീസ് മേധാവി തന്നെ നേരിട്ട് അന്വേഷണം നടത്തുക, അന്വേഷണത്തിലെ ശുപാർശകളും റിപ്പോർട്ടുകളും അടക്കം ഇന്നലെ രാത്രി 10 മണിയോടുകൂടി മുഖ്യമന്ത്രിക്ക് സർക്കാരിന് ഔദ്യോഗികമായി സമർപ്പിക്കുന്നു. അതിനുശേഷം അതിലെ ചില കാര്യങ്ങൾ നേരിട്ട് വിശദീകരിക്കാനും നടപടികൾ ഏത് തരത്തിൽ വേണം, എന്തൊക്കെ വീഴ്ചകളാണ് ഉണ്ടായതെന്നും കൃത്യമായി നേരിട്ട് ധരിപ്പിക്കുക എന്നുള്ളതാണ് ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് മാമി തിരോധാന കേസ്, റിധാൻ വധക്കേസ് അടക്കമുള്ള കേസുകളിൽ സുപ്രധാനമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ADGP MR അജിത് കുമാർ എന്നുള്ള ഒരു ആരോപണം നിലമ്പൂർ MLA PV അൻവർ ഉയർത്തിയിരുന്നു. ഇതിലടക്കമുള്ള അന്വേഷണങ്ങളും തുടർ ചർച്ചകളും ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു അന്തിമമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിലടക്കം എന്തെങ്കിലും നടപടി ADGPക്കെതിരെ ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ സ്ഥാനത്ത് നിന്നും അദ്ദേഹം മാറുമോ, അല്ലെങ്കിൽ അദ്ദേഹം മാറ്റുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അടക്കം മുന്നണിയിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും ഒപ്പം തന്നെ ADGPയെ സംരക്ഷിക്കുന്ന നിലപാടിനെതിരെയും ഉയർന്നൊരു സാഹചര്യമുണ്ട്. CP അടക്കമുള്ളവർ കടുത്ത വിമർശനം നടത്തുന്ന ഒരു പശ്ചാത്തലം. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ തന്നെ കൃത്യമായ നടപടി ഈ റിപ്പോർട്ട് ലഭ്യമായ ഉടൻ സ്വീകരിക്കുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി CPIക്ക് നൽകിയിരിക്കുന്ന മറുപടി. സ്വാഭാവികമായും അതിലടക്കം കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. എന്തായാലും DGPയുടെ റിപ്പോർട്ടിലുള്ളത് കണ്ടെത്തലുകൾ മാത്രമാണ് എന്നുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരികയാണ്. ADGPക്കെതിരെ നടപടിക്ക് ശുപാർശയില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ നടപടിക്ക് ശുപാർശയില്ല എങ്കിൽ പോലും റിപ്പോർട്ട് ഗുരുതരമാണെങ്കിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കും, ഒപ്പം തന്നെ CPIക്ക് നൽകിയിട്ടുള്ള വാക്ക് പാലിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ മുഖ്യമന്ത്രിയെ DGP കാണും എന്നുള്ള സൂചനകളാണ്, സമയം അനുവദിച്ച് നൽകും എന്നുള്ള സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും ആഭ്യന്തര സെക്രട്ടറി കണ്ടേക്കും, കാണാനായി സമയം തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് സംബന്ധിച്ച ചർച്ചകളാണ്. മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കുക എങ്കിൽ വലിയ പ്രതീക്ഷകളൊന്നും നമുക്ക് വേണ്ട. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.